ഈ മെസ്സേജ് 50 പേർക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പണ്ട് ദില്ലൻ്റിലായിരുന്നു, പിന്നെ അത് പോസ്റ്റ് കാർഡിലായി, ഇപ്പം അതെൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും. ഇവനൊക്കെ ചാട്ടവാറിന് അടിക്കണം ശരിക്കും പറഞ്ഞ. അല്ല വേണ്ട, പിന്നെ 50 പേരുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ പേരിലൊരു അപകടം ഉണ്ടാകണ്ട. എന്തൊരു ചളി കോമഡിയാണ് ഇവനൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നെന്നുള്ളതാണ്. അവിടെ ഒന്നും പറയാൻ നിൽക്കണ്ട, ഒരു ചിരി അങ്ങോട്ട് കൊടുത്തേക്കാം. അവൾ പറയാൻ നിന്നിട്ട് ഇനി അത് അലമ്പായി, വഴക്കായി, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി, എന്ത് കാര്യത്തിന്. ഒരു വോയിസ് മെസ്സേജിന് മുടക്കല്ലേ ഉള്ളൂ. ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചോണ്ടിരിക്കലേ. എടി നിന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ്. ചായ എടുക്കണോ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടി. കിടുക്കിയാളിയാലോ. എടി സുധേ, നിന്നോട് ഞാൻ ചായ ചോദിച്ചോ, നാരങ്ങ വെള്ളം ചോദിച്ചോ? ഈ ആവശ്യമുള്ളപ്പോ ഒന്നും നീ ചോദിക്കത്തില്ലല്ലോ അത്. പിന്നെന്ത് വേണ്ടേ? എനിക്ക് വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം, കേട്ടല്ലോ. മക്കളെ വിളിക്കാൻ പോണ്ടേ? 3:51 ആയിരുന്നു, 4:30 പിള്ളേരെ വിടുന്നത് അല്ലേ? പറഞ്ഞില്ലല്ലോ. ഇതൊന്നും അയക്കാൻ സമ്മതിക്കുമോ നീ? 10 പൈസയുടെ ബോധമില്ലാതെ നടക്കുന്നു. നിനക്കോ ഈ ഇപ്പോഴത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യമില്ല. ഉള്ള എന്നെങ്കിലും ഇതൊന്നും ചെയ്യാൻ വിടും. ഇത് ഗ്രൂപ്പാണ്, ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പാണ്. റേഷൻ കട പോയില്ല, പിന്നെ അരി ഉണ്ടാവില്ല. എടി റേഷൻ കട 7 മണി വരെ ഇല്ലേ അടി? നിനക്കെന്തോ വാശി പോലാണുള്ളത്. അയ്യോ, ഞാനൊന്നും നീ പറയുന്നില്ല. 24 മണിക്കൂറും ഫോണിനാക്കാം. നീ ഒന്നും വിചാരിക്കുന്നുണ്ടോ? ഒരു ചെറിയിട്ടൊരു കമന്റ് ചെയ്യുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ? ആ മിണ്ടണ്ട. അല്ല പിന്നെ എന്തുള്ള കോമഡിയാണ് നിന്റെയൊക്കെ മാറി. ഏതൊരു ഗ്രൂപ്പിൽ കൊണ്ടിട്ടോ കാണിക്കാൻ പറ്റുന്ന പരിപാടിയാണത്. വെച്ചിട്ട് പോടാ, ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവും. സമാധാനം